السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹവുമുള്ള ഷറഫു സാദാത്ത് തങ്ങളവറുകൾ, മറ്റുള്ള ആലിമീങ്ങൾ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, നല്ലവരായ മുഅ്മിനുകളെ, നാട്ടുകാരെ, അല്ലാഹു ജല്ല ജലാലുഹു ഈ ഒരു സംഗമം നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സ്വാലിഹായ അമലായി അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവറുകൾ തവ്വലല്ലാഹു ഉംറഹു മഅ സ്വിഹ്ഹതി വൽ ആഫിയ, മഹാനവറുകൾ ദർസ് തുടങ്ങിയ ഈ ഒരു മഹത്തായ വേദി, ഒരു സദസ്സ്, ധാരാളം ആലിമീങ്ങളും ഒരുമിച്ച് കൂടിയ ഈ ഒരു മജ്‌ലിസിൽ വിനീതനായ ഞാൻ എണീച്ചു നിൽക്കാൻ ഒട്ടും അർഹതയുള്ളവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നാഫിയായ ഇൽമ് ഏറ്റിത്തരുമാറാവട്ടെ. ഒരു മഹത്തായ ദർസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു നല്ല സന്ദർഭത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത്. ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഒരു മജ്‌ലിസാണ് എന്നതിൽ സംശയമില്ല. കാരണം ഇവിടെ തുടക്കം കുറിച്ചത് ഒരു മഹത്തായ ഇൽമിൻ്റെ കേന്ദ്രത്തിനാണ്. ഈമാൻ എന്ന മഹത്തായ ഒരു കാര്യം കഴിച്ചാൽ ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും ബഹുമാനമുള്ളൊരു സംഗതിയാണല്ലോ ഇൽമ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരാളെ കൊണ്ട് അല്ലാഹു തആല ഖൈർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവന് മുതലോ സ്ഥാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അന്തസ്സുകളോ നൽകുന്നതല്ല അല്ലാഹു ചെയ്യുന്നത്. മറിച്ച് അവന് മതപരമായ അറിവ് നൽകും എന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഈ ഒറ്റ ഹദീസ് മതി ഇൽമിൻ്റെ ബഹുമാനവും മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ. ഒരു മുതഅല്ലിമിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങൾ എല്ലാവും ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കണ്ണ് പോകുന്നത് കിതാബിലേക്കാണ്, ഇൽമിലേക്കാണ്. അവൻ്റെ കാത് ഇൽമിലേക്കാണ്. അവൻ്റെ കൈ കിതാബും പിടിച്ചുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെടുകയാണ്. അവൻ്റെ കാല് ആ സദസ്സിലേക്ക്, ദർസ് നടക്കുന്ന, സബക്ക് നടക്കുന്ന സ്ഥലത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ അവൻ്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങൾ ബന്ധപ്പെടുന്നത് ഏറ്റവും മഹത്തായ, അള്ളാഹു വളരെ കൂടുതൽ ആദരിച്ച, ബഹുമാനിച്ച ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ മുതഅല്ലിമീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ചിറക് താത്തി കൊടുക്കുന്നത്. ഈ ഒരു ബഹുമാനം ലോകത്ത് ആർക്കാണുള്ളത്? ഇത്രമാത്രം ഒരു പോരിശ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ, മുതലാളികളായ പണക്കാരായ ആളുകൾ ഇന്ന് ചിന്തിക്കുന്നത് എൻ്റെ മകൻ നല്ലൊരു ഡോക്ടറാകണം എന്നാണ് മുതലാളികൾ ചിന്തിക്കുന്നത്. എൻ്റെ മകൻ ഒരു മുതഅല്ലിമാകണമെന്ന് സാധാരണ മുതലാളികൾ ചിന്തിക്കാറില്ല. പക്ഷേ MBBS 1.5 കോടിയോ 2 കോടി റുപ്പിക ഫീസടച്ച് MBBS സീറ്റ് നേടിയ ഒരു വിദ്യാർത്ഥി പോകുന്നത്, അവൻ്റെ കണ്ണ് പോകുന്നത് ചിലപ്പോൾ ചലത്തിലേക്കും കാഷ്ടത്തിലേക്കും ചോരയിലേക്കും നജസിലേക്കാണ്.
അവൻ്റെ ശരീരത്തിൻ്റെ അവയവമെല്ലാം ബന്ധപ്പെടുന്നത് മലിനമായ വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുതഅല്ലിമിൻ്റെ കണ്ണും കാതും ചെവിയും കൈയും അങ്ങനെയല്ല, ഏറ്റവും ബഹുമാനമുള്ള വസ്തുക്കളുമായാണ് ബന്ധപ്പെടുന്നത്. ഒരു എഞ്ചിനീയർ അയാൾ പഠിക്കുന്നത് സിമൻറ്റും കല്ലും മറ്റുമായിരിക്കാം. പക്ഷേ മുതഅല്ലിമിനക്ക് അള്ളാഹു നൽകുന്ന ഈ ഒരു മഹത്വം ലോകത്ത് ഒരു വിദ്യാർത്ഥിക്കും അള്ളാഹു തആല നൽകുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട്, ആദ്യമായി എൻ്റെ സ്വന്തം ശരീരത്തോടും ഞാൻ നിൽക്കുന്നത്, ഞാനൊരു മുതഅല്ലിമായി ഒരു വിദ്യാർത്ഥിയായിട്ടാണ് നിങ്ങളെ മുന്നിൽ എണീച്ചെന്ന് സംസാരിക്കുന്നത്. ഒരു മുതഅല്ലിം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സമയത്തിനെയാണ്. നമ്മുടെ സമയം അനാവശ്യമായി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ഉസ്താദിൻ്റെ മുന്നിൽ കിതാബ് ദർസ് കഴിഞ്ഞ് സബക്ക് കഴിഞ്ഞ് വന്നാൽ ഉസ്താദ് ചിലപ്പോൾ റൂമിലുണ്ടായിരിക്കാം. ഉസ്താദ് കാണുന്നില്ല എന്ന് വിചാരിച്ച് കിതാബ് ഡെസ്കിന്മേലെ വെച്ചുകൊണ്ട് അങ്ങനെ കാല് നീട്ടി കിടന്നുറങ്ങുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ സമയം മുഴുവനും ഇൽമിന് വേണ്ടി ചെലവാക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം, മഹാനവറുകൾ തൻ്റെ സുഹൃത്തുക്കളെ കൂടെ ഒരു യാത്ര പോയി കൂട്ടുകാർ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി നോക്കുമ്പോൾ ഇബ്നു മാലിക് തങ്ങളെ കാണുന്നില്ല. കൂടെ വന്ന ആളാണ്, പക്ഷെ മൂപ്പരെ കാണുന്നില്ല. അവരിങ്ങനെ സംസാരിച്ചു പോകുന്നിടയ്ക്ക് മൂപ്പര് ശ്രദ്ധിക്കാതെ പോയി, മൂപ്പരെ കാണുന്നില്ല. അങ്ങനെ വീണ്ടും മടങ്ങി വന്നു. ഇബ്നു മാലിക് തങ്ങളെവിടെ? കൂട്ടുകാരനാണ്, ഒന്നിച്ച് യാത്ര പോയ ആളാണ്. പോയ അതേ വഴിക്ക് മടങ്ങി വന്നിങ്ങനെ തേടി വരുമ്പോൾ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ഒരു കല്ലിൻ്റെ മീത്ത് ഇരുന്നു കൊണ്ട് കിതാബ് മുതാല ചെയ്യുകയാണ്. യാത്രയുടെ ഇടയിൽ മഹാനവറുകൾ കിതാബ് മുതാല ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂട്ടുകാർ പോയതുപോലും മഹാനവറുകൾക്കറിയുന്നില്ല. ഇങ്ങനെ എല്ലാ സമയം ഇൽമിന് വേണ്ടി ചെലവാക്കി. ആ ചെലവാക്കിയത് കൊണ്ടാണ് അവർ ഉന്നതമായ സ്ഥാനങ്ങളിലേക്കും പദവിയിലേക്കും എത്തിയത്. ബഹുമാനപ്പെട്ട ഖാളി അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു, ഹനഫി മദ്ഹബിലെ പ്രഗൽഭനായ മഹാനാണ് ഖാളി അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു. മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഖാളി അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു അവസാനം ജീവിതത്തിൻ്റെ ലാസ്റ്റ് സമയം സക്കറാത്തിൻ്റെ സമയമാണ്. ആ സക്കറാത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരു മഹാൻ അവിടത്തേക്ക് കടന്നു വരുന്നത്. ഒരു പണ്ഡിതൻ കടന്നു വരുന്നു മഹാനവറുകളെ കാണാൻ വേണ്ടി. ആ സമയത്ത് ഖാളി അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു വന്ന ആളോട് പറയുന്നു, എനിക്ക് ഒരു മസ്അല നിങ്ങളോട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. സക്കറാത്തിൻ്റെ സമയമാണ്. ആ വന്ന പണ്ഡിതൻ പറഞ്ഞു, ഇപ്പൊ വേണോ ഇത്? ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന നിങ്ങൾ അവസാന നിമിഷത്ത് ഈ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചർച്ച ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഖാളി അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ജീവിച്ചത് ഇൽമിന് വേണ്ടിയാണ്, ഞാൻ മരിക്കുന്നതും ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മരണം വരെ ഇൽമു ചർച്ച ചെയ്തുകൊണ്ട് ജീവിക്കണം. എന്നിട്ട് ഉടനെ ചോദിച്ചു ഖാളി അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു, എന്താണ് ചോദിക്കുന്നത്? മസല ഇനി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു മസല അല്ല. കാരണം അവസാനം സക്കറാത്തിലാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മസലയാണ്. ഇനി ഹജ്ജിന് പോകുന്ന ആളൊന്നുമല്ല. കാരണം അവസാനം നിമിഷം കഴിഞ്ഞാൽ, സെക്കൻഡുകൾ കഴിഞ്ഞാൽ ലോകത്തിൽ നിന്ന് വിട പറയുന്ന ആളാണ്. ഖാളി അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഒരാള് ജംറകളിലേക്ക് കല്ലെറിയുമ്പോൾ നടന്നിട്ട് കല്ലെറിയലാണോ അഫ്ളൽ, വാഹനത്തിലായ നിലക്കാണോ കല്ലെറിയേണ്ടത്, ഏതാണ് അഫ്ളൽ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നടന്നിട്ടാണ് അഫ്ളൽ. ഖാളി അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്തഅത, നിങ്ങൾ പറഞ്ഞ മറുപടി തെറ്റാണെന്ന്. എന്നാൽ പിന്നെ റാക്കിബൻ, വാഹനത്തിലായിട്ട് കല്ലെറിയലാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, അഖ്തഅത, നിങ്ങൾ പറഞ്ഞ മറുപടി തെറ്റാണ്. അപ്പോൾ പിന്നെ രണ്ട് മറുപടിയും തെറ്റായപ്പോൾ ഈ പണ്ഡിതന് പറഞ്ഞു, എന്നാൽ നിങ്ങൾ മറുപടി പറയുന്നു.
ഖാളി അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാൾ അവസാനത്തെ കല്ലെറിയലാണ്, അവസാനത്തെ ചമ്രയിലേക്കാണോ കല്ലെറിയുന്നത് എങ്കിൽ റാക്കിബൻ വാഹനത്തിലായിട്ട് എറിയലാണ് നല്ലത്, കാരണം ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോവില്ലേ. അതിന് മുമ്പത്തതാണോ എങ്കിൽ മാഷിയൻ നടന്നിട്ട് കല്ലെറിയലാണ് അഫ്ളല് എന്ന് പറഞ്ഞു. ഇപ്പൊ ഏതാണ് അതിൽ ശരി എന്ന മസല ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞു. പിന്നെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് മഹാന്മാർ നടത്തിയത്. ഇന്ന് ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇൽമു വേണ്ട, പിന്നെ നമുക്ക് ഏതെങ്കിലും ഷെയ്ഖ് തന്ന ദിക്ർ മതി, ഇൽമിന് ഒരു പൗരുഷവുമില്ല, അതിനൊരു ബഹുമാനവുമില്ല, അതൊക്കെ വേസ്റ്റാണ് എന്നൊക്കെ പഠിച്ചതിൻ്റെ ശേഷം. അങ്ങനെ ഉണ്ടല്ലോ, ബിരിയാണി കഴിച്ച് ആ കഴിച്ച പ്ലേറ്റിൽ മൂത്രം വഹിക്കുന്ന ഏർപ്പാട്. ഇതുപോലെ ചില ആളുകൾക്കുണ്ട്. പഠിച്ച് സനതൊക്കെ വാങ്ങി ഉസ്താദുമാരിൽ നിന്നെല്ലാം പഠിച്ച് എങ്ങനെ വായിക്കണം, ഒരു അറബി ഇബാറത്ത് എങ്ങനെ വായിക്കണം, തെറ്റുകൂടാതെ എങ്ങനെ വായിക്കണം എന്നൊക്കെ പഠിപ്പിച്ച ഉസ്താദുമാർ പിന്നെ അവരെ ഒന്നുമല്ല, പിന്നെ ആ പഠിച്ച ഇൽമൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇവർ ഇന്ന് വായിക്കുന്നത് എങ്ങനെയാ? ആ അൽഫിയും നെഹവിൻ്റെ കിതാബ് ഓതിത്തുന്ന ഉസ്താദ് അദ്ദേഹം പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ ഇന്ന് അദ്ദേഹം അവർ ഏത് കിതാബ് വായിക്കുന്നുണ്ടെങ്കിലും വായിക്കുന്നത്. പക്ഷെ അതൊക്കെ മറന്ന് അവസാനം പറയാ ഈ കിതാബുകളൊക്കെ മൂത്രമൊഴിച്ച് മനോഹരിക്കാൻ പറ്റും, അതൊന്നും ആവശ്യമില്ല എന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. പേച്ചു പോയാൽ എങ്ങനെയായിരിക്കും, പിന്നെ പിടുത്തം കിട്ടൂല. ഞാൻ ചുരുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ സമയം എല്ലാം ഇൽമിന് വേണ്ടി ചെലവാക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹു ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായൊരു മുഹദ്ദിസാണ് ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം 10 ലക്ഷം ഹദീസ് സ്വന്തം കൈ കൊണ്ട് എഴുതിയ മഹാനാണ്. ഹിഫ്ള് മാത്രമല്ല, 10 ലക്ഷം ഹദീസുകൾ അദ്ദേഹം സ്വന്തം കൈ കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു 100 പേജ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിലും കോപ്പി പേസ്റ്റ് ആക്കുക എന്നല്ലാതെ അതിനപ്പുറം എഴുതുക എന്നുള്ള ഏർപ്പാട് ഇന്നില്ലല്ലോ. 10 ലക്ഷത്തോളം ഹദീസുകൾ സ്വന്തം കൈകൊണ്ട് എഴുതിയെന്ന് മാത്രമല്ല, ഇബ്നു മഈൻ റളിയല്ലാഹുവിനെ പറ്റി അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന് പറയുന്നത്, ഇബ്നു മഈനിക്ക് ഒരു ഹദീസ് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാത്ത ഒരു ഹദീസ് ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് ഹദീസേ അല്ല എന്ന നിലക്ക് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന് പറഞ്ഞതായി കാണും. അത്രക്കും പ്രഗത്ഭനാണ് ഇബ്നു മഈൻ റളിയല്ലാഹുവിന്. അദ്ദേഹം ഒരു ദിവസം മുഹമ്മദ് ബിൻ ഫളൂൽ റളിയല്ലാഹുവിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നു. എന്തിന്? മുഹമ്മദ് ഫളൂൽ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ തനിക്ക് കിട്ടാത്ത കുറേ ഹദീസുകൾ ഉണ്ട് എന്ന് ആരോ പറഞ്ഞു. ആ ഹദീസ് നേരിട്ട് കിട്ടാൻ വേണ്ടി മഹാനവറുകൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ കൂടെ വന്നു. അങ്ങനെ വന്നു. അന്ന് ദർസ് വീടിൻ്റെ മുറ്റത്താണ്, മുഹമ്മദ് ഫളൂൽ റളിയല്ലാഹുവിൻ്റെ വീടിൻ്റെ മുറ്റത്താണ് ദർസ് നടക്കുന്നത്. അവിടെ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങൾ ഞങ്ങളെ പോലൊന്നും അല്ല, വലിയ വലിയ ലോകത്ത് അറിയപ്പെട്ട മുഹദ്ദിസുകളാണ് ആ സദസ്സിലിരിക്കുന്നത്. അപ്പൊ കൂടെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനുണ്ട്. വന്ന ഉടനെ തന്നെ ഇരിക്കുന്നതിനേക്കാൾ മുമ്പ് ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹു മുഹമ്മദുൽ ഫളൂലിനോട് പറഞ്ഞു, ഇന്ന ഒരു ഹദീസ് നിങ്ങൾ പറയുന്നു എന്ന് കേട്ടു, ആ ഹദീസ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരക്കെന്തേ, കുറച്ച് നമുക്കൊന്ന് ഇരുന്ന് സാവധാനം ചോദിച്ചുകൂടെ? വന്ന ഉടനെ തന്നെ ഇങ്ങനെ ഒരു ഹദീസ് ചോദിക്കുന്ന പകരം കുറച്ചൊക്കെ സുഖാണോ എന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പിന്നെ ചോദിച്ചുകൂടെ? ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല, അതിനേക്കാൾ മുമ്പ് ഞാൻ മരിച്ചാലോ? അതിനേക്കാൾ മുമ്പ് എൻ്റെ മരണം സംഭവിച്ചാൽ ആ ഹദീസ് എനിക്ക് നഷ്ടപ്പെട്ടു പോകൂലേ? സമയം അതിനേക്കാൾ അളിയക്കാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ തന്നെ കിട്ടണമെന്ന് പറഞ്ഞു. മുഹമ്മദുൽ ഫളൂൽ റളിയല്ലാഹു അൻഹു ഇരുന്നു. ഹദീസിൻ്റെ സനദ് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. ഹദ്ദസന. അപ്പോൾ ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്താദെ, നിങ്ങൾ ഈ ഹദീസ് എഴുതിയ കിതാബ് നോക്കിയിട്ടൊന്ന് വായിച്ചാൽ നന്നായിരുന്നു എന്ന്. ചിലപ്പോൾ എവിടെയെങ്കിലും സനദിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലോ കാണാതെ അവർ വായിക്കല്ലേ. മുഹമ്മദുൽ ഫളൂൽ റളിയല്ലാഹു പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ കിതാബ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എണീച്ചു. വീടിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടുത്തെ കമീസ് അങ്ങ് പിടിച്ചു പറഞ്ഞു, ഉസ്താദെ, പോയി കിതാബ് കൊണ്ടുവന്നതിനേക്കാൾ മുമ്പ് ആ ഹദീസ് ഒന്ന് പറഞ്ഞ് നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. ഹദീസ് ഒന്ന് പറഞ്ഞിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തേ അത്?
അല്ല, നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ പോയി കിതാബ് എടുത്ത് കൊണ്ടുവരുന്നതിൻ്റെ ഇടയ്ക്ക് മൗത്തായാലോ എനിക്ക് ആ ഹദീസ് നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ മൗത്ത് എപ്പോൾ സംഭവിക്കുമെന്ന് പറഞ്ഞുകൂടാ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ മരണപ്പെട്ടാൽ എനിക്ക് ആ ഹദീസ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇപ്പം തന്നെ ഹദീസ് പറഞ്ഞ് പിന്നീട് പോയി അത് കൊണ്ടുവന്ന് നോക്കി വായിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രമാത്രം സമയത്തിന് മൂല്യം കൽപ്പിക്കുന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ. അതുകൊണ്ടാണ് അവർ ധാരാളം ഹദീസുകൾ, ലക്ഷക്കണക്കിൽ ഹദീസുകൾ ഹിഫ്ളാക്കിയതും അതുപോലെ തന്നെ എഴുതിയതും എല്ലാം. ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ഹദീസിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. ഈ ഹദീസ് ഏത് ഗ്രന്ഥത്തിലാണുള്ളത് എന്ന്. ഫതാവുൽ ഹദീസിൽ നോക്കിയാൽ കാണാം. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഹദീസ് ഇമാം ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഅ്ജമിലുണ്ട് എന്ന് പറഞ്ഞു. നമുക്കറിയാം ഇബ്നു അസാക്കിർ റളിയല്ലാഹുവിൻ്റെ മുഅ്ജം 80ഓളം വാള്യമുണ്ട്. ഇന്നൊക്കെ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്താൽ 1 സെക്കൻഡ് കൊണ്ട് കിട്ടും. ആ കാലഘട്ടത്തിൽ കയ്യെഴുത്ത് കോപ്പി മാത്രമേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ഇബ്നു അസാക്കിറിൻ്റെ കിതാബിൽ നിന്ന് ആ ഹദീസ് കണ്ടുപിടിക്കണമെങ്കിൽ, അത് മഹാനവർകൾക്ക് ഓർമ്മ ഉണ്ടാകണമെങ്കിൽ അത് പൂർണ്ണമായി മുത്താല ചെയ്ത് എന്നിട്ട് അതിനെ മനസ്സിൽ ഓർമ്മ വെച്ചാലല്ലേ അത് പറയാൻ കഴിയുള്ളൂ. ആ കുപ്പിയിൽ മഷിമുക്കി എഴുതുന്ന കാലഘട്ടത്തിൽ, പ്രിന്റും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ആ ഹദീസ് ഇന്ന കിതാബിലുണ്ട് എന്ന് പറയാൻ അവരുടെ പാണ്ഡിത്യത്തിൻ്റെ വിശാലത എന്ത് മാത്രമായിരിക്കും. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം സമയത്തിന് മൂല്യം കൽപ്പിച്ച്, സമയം 1 സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാതെ മുഴുവനും ഇൽമിന് വേണ്ടി ചെലവാക്കിയത് കൊണ്ട് ഇൽമിന്റെ വലിയ ഉയരങ്ങളിലേക്ക് ആ മഹാന്മാർ എത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ സമയങ്ങളെല്ലാം ഇൽമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനും മുതാല ചെയ്യാനും പഠിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ചുരുക്കുകയാണ്. മറ്റൊരു കാര്യം പ്രത്യേകമായി ഉണർത്തുന്നത്, നമ്മുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പഠനം ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ പഴയ കാല പോലെ അല്ല. നമ്മുടെ ദർസ്, നമ്മുടെ പ്രത്യേകിച്ച് ഫിഖ്ഹിന്റെ കിതാബുകളൊക്കെ, അത് ആ ദർസ് ഒരു മുളയ്യക്കായ നിലക്കും മുവസ്സഅയ നിലക്കും നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മഹല്ലി നമ്മൾ ഓതുമ്പോൾ ആ മഹല്ലിയുടെ മത്നും ശറഹും വായിച്ചു, ഇബാറത്ത് ഹല്ല് ചെയ്തു, മുബ്തദ ഏതാണ്, ഖബർ ഏതാണ്, ഫീൽ ഏതാണ്, ഫായിൽ ഏതാണ്, എല്ലാം ഹല്ല് ചെയ്തു. പക്ഷേ അങ്ങനെയാണ് ഒരു ഓത്ത് നമ്മുടെ ഇടയിൽ സാധാരണ. അതായത് കിതാബിൻ്റെ ഇബാറത്തുകൾ ഹല്ല് ചെയ്യാൻ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു പഠനം, അതൊരു മുളയ്യക്കായ പഠനം മാത്രമാണ്. എന്തുകൊണ്ട്? കിതാബ് നോക്കിയാൽ അർത്ഥം വെക്കാൻ കിട്ടും, ചൊല്ലിക്കൊടുക്കാൻ പറ്റും. ഈ പദത്തിന്റെ തർക്കീബ് എന്താണ്, ഈ മുബ്തദന്റെ ഖബർ എവിടെയാണ്, ഈ ഫീലിന്റെ ഫായിൽ ഏതാണ്, ഈ ജാർ മജ്റൂറിന്റെ മുതഅല്ലിഖ് ഏതാണ് എന്ന് ചോദിച്ചാൽ പറയാൻ കിട്ടും. പക്ഷേ അദ്ദേഹത്തോട് ഒരു മസല, ആനുകാലികമായൊരു മസല ചോദിച്ചാൽ മറുപടി കിട്ടുന്നില്ല. എന്തുകൊണ്ട്? ഇതിനെ ഖാരിജുമായി ബന്ധപ്പെടുത്തിയില്ല. ഖാരിജിയായ ഒരു പ്രപഞ്ചമുണ്ട്, ഒരു ലോകമുണ്ട്, പ്രത്യേകിച്ച് ഈ പുതുനൂറ്റാണ്ടുകൾ. ഒരു ഉദാഹരണം പറയാം. കച്ചവടത്തിന്റെ ബാബുൽ ബൈഅ് പഠിക്കുമ്പോൾ ഖബള് അതിൻ്റെ ഒരു പ്രത്യേക ഷർത്താണ്, അല്ലേ? ഒരു ബായും ഒരു മുഷ്തരിയും അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു ഖബള് വേണം. പ്രത്യേകിച്ച് റിബവിയായ വസ്തുക്കളിലെ ബൈഅ് നടക്കുമ്പോൾ ഒരു റിബവിയായ വസ്തു അതേ നൗഅത്ത് റിബവിയായ ഒരു വസ്തുവിന് വിൽക്കുമ്പോൾ 3 ഷർത്തുകൾ നിബന്ധനയുണ്ടല്ലോ. ഹുലൂല്, തഖാബുല്, അതുപോലെ തന്നെ തമാസുല്. ഇങ്ങനെ ഖബള് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഗതിയുണ്ട്. എന്നാൽ ഈ ഖബള് എന്ന് പറഞ്ഞാൽ എന്താ? ബായി കൊടുക്കുക, മുഷ്തരി വാങ്ങുക, മുഷ്തരി പൈസ കൊടുക്കുക, ബായി വാങ്ങുക. ഇതാണ് നമ്മൾ ഖബള് എന്ന് മനസ്സിലാക്കിയത്. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ സമന് നൽകുന്നത് ഗൂഗിൾ പേയോ ഫോൺ പേ മുഖേനയാണ്, അല്ലേ? ഇത് ഖബളിന്റെ കൂട്ടത്തിൽ പെടുവോ? ഇത് ഖബൾ ആകുമോ? ഫിഖ്ഹിൽ പറഞ്ഞ ഖബളിൽ പെടുവോ പെടൂലേ എന്ന ചർച്ചകൾ അവിടെ നമ്മൾ നടത്തണം. എന്താണ് ഖബൾ കൊണ്ടുള്ള മുറാദ്?
ഇങ്ങനെ ഓരോ വിഷയങ്ങൾ സകാത്തിന്റെ അധ്യായവുമായി പഠിക്കുമ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നൂറുകണക്കിന് പുതിയ പുതിയ ബിസിനസ്സുകളുണ്ട്. ഈ ബിസിനസ്സുകൾ അതിൻ്റെ സകാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മസാലകൾ പലതും വരുന്നു. അതിന് മറുപടി കിട്ടാൻ ഈ ആധുനിക ഒരു കാലഘട്ടത്തിലെ കച്ചവടത്തിന്റെ മസാല മാത്രം എഴുതുന്നൊരു കിതാബ് ഉണ്ടാവില്ല. അത് തുഹ്ഫയിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കണം, അത് ഫത്ഹുൽ മുഈനിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഈ നമ്മുടെ പഠനം മുളയ്യക്കാകുന്നതിന് പകരം മുവസ്സായ നിലക്ക് ആധുനികമായ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെയും കൂടി ഉൾപ്പെടുത്തി ഖാരിജിയായ ഒരു പ്രപഞ്ചത്തെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മുടെ പഠനം. കേവലം ഇബാറത്തുകൾ ഹല്ല് ചെയ്യുന്നതിൽ മാത്രം ഒതുക്കിയാൽ നമുക്ക് ഒരാൾ വന്ന് മസല ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കിട്ടൂല. കിതാബ് നല്ല കിട്ടുന്ന ആളാണ്, ഇബാറത്തുകൾ ഹല്ല് ചെയ്യാൻ യാതൊരു കുഴപ്പമില്ല, പക്ഷെ മസല ചോദിച്ചാൽ പറയാൻ കിട്ടുന്നില്ല. ഇങ്ങനെയുള്ളൊരവസ്ഥ നമുക്ക് വന്നു പോകരുത്. അതുകൊണ്ട് പഠനത്തിൻ്റെ ശൈലിയും നമ്മൾ മാറ്റുകയും വിശാലമായി ചിന്തിച്ചുകൊണ്ട് പഠിക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നാഫിയായ ഇൽമ് അള്ളാഹു ഏറ്റിത്തരുമാറാവട്ടെ. ഈ ഒരു മഹത്തായ സംരംഭത്തിന് തുടക്കം കുറിച്ച നമ്മുടെ ഈ മുടിപ്പൂ എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് കറിയകളുടെ ഒരു കേന്ദ്രമാണ്. ഇതിൻ്റെ ചുറ്റുഭാഗത്ത് ആയിരക്കണക്കിന് മഹല്ലുകളുണ്ട്. ഏകദേശം എല്ലാ മഹല്ലുകളും സുന്നി മഹല്ലുകൾ തന്നെയാണ്. അതിൻ്റെ ഒരു കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട ഷറഫുസ് സാദാത്ത് സയ്യിദ് അവറുകൾ ഇവിടെ വന്ന് വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹു തങ്ങളവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഈ പള്ളി തന്നെ നമ്മളെ ഈ ടൗണിൽ മുമ്പൊക്കെ വരുമ്പോൾ ഇവിടെ മുടിപ്പിൽ പള്ളി ഉണ്ടെങ്കിലും അത് കുറച്ച് ഉള്ളിലായിരുന്നു. ഇപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ തന്നെ രാത്രി സമയത്ത് ഇതിൻ്റെ ലൈറ്റിങ്സുകളും വെളിച്ചവും ഒക്കെ കാണുമ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷമാകുന്നുണ്ട്. ഒരു ഇസ്ലാമിക അന്തരീക്ഷം നമുക്കിവിടെ ഈ പള്ളി നിർമ്മാണം കൊണ്ട് കാണുകയാണ്. ആ നിലയ്ക്കൊരു മാറ്റമുണ്ടാക്കാൻ കാരണം ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ്. ഒരുപാട് വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ തങ്ങളവറുകൾക്ക് ഷറഫുസ് സാദാത്ത്, ഷറഫു എന്ന് പറഞ്ഞാൽ അറബിയിൽ അൽ ഉലുവു വൽ മജ്ദു എന്നൊക്കെയാണ് അതിന് അറബിയിൽ അർത്ഥം കാണുന്നത്. ഏറ്റവും ഉയർച്ച, അതുപോലെ വളർമ എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ഷറഫു എന്നുള്ള വേർഡ്. അപ്പോൾ ഷറഫു സാദാത്ത്, സാദാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ ഇപ്പോൾ സയ്യിദന്മാർക്കാണ് പറയുന്നത്. നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ കിതാബുകളിലൊക്കെ പിൽക്കാലത്ത് വന്നൊരു ഇസ്തിലാഹ് ഷരീഫ്, അഷ്റാഫ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ സയ്യിദ് എന്നൊക്കെ പറയുന്നത് തങ്ങന്മാർക്കാണ്. ആ നിലക്ക് ഷറഫു സാദാത്ത് എല്ലാ സയ്യിദന്മാരുടെയും ഒലുവായ വലിയ ഉയരമായ തങ്ങൾ എന്ന അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഉസ്താദ് അവറുകൾക്ക് നൽകുമാറാവട്ടെ. ഒരു ബിരുദം നൽകിയിട്ടുണ്ട്. ആ തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ ഇവിടെ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ നടക്കുന്നു. അള്ളാഹു ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. തങ്ങളവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.